ഇന്ന് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റവ ജാമുൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ല ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതാ നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട, ഒറ്റനൂൽ പരുവൊന്നും ആവണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതിലേക്കൊരു 3 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു 2 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് റവക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാറി കിട്ടിക്കോളും. ഏകദേശം 2-3 മിനിറ്റ് ഒന്ന് തണുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഗ്രീസ് ചെയ്ത ശേഷം നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1/2 കപ്പ് റവ വെച്ചിട്ട് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ വെന്ത് വരാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഏകദേശം ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാം. ഇനി നമുക്കിത് 1-2 മണിക്കൂർ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴേ നമുക്കിത് നന്നായിട്ട് ഈ ഷുഗർ സിറപ്പൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും വെക്കാനില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഈ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഈ ബോൾസിൽ പിടിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ എന്തായാലും വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ജാമുൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു.